എന്താ എന്തുപറ്റി? എന്താ മോളെ? എന്താടോ താന്തേ നോക്കുന്നേ? എന്താ പറ്റിയേ? എന്റെ താലിമാല അത് കാണുന്നില്ല. അയ്യോ, അവൾ സമൃദ്ധയല്ല, അർച്ചനയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം അതെനിക്ക് സച്ചി തന്നേ പറ്റും. ഇല്ലെങ്കിൽ സച്ചിക്ക് ഒരിക്കലും അവളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഫോൺ എടുത്തോടെ. പക്കലിരിക്കെ, ഞാൻ അവരോട് പോയി ചോദിച്ചിട്ട് വരാം. ഇല്ല വക്കീലേ, ഇവിടെ നിന്ന് സച്ചി വന്നിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മൾ എവിടെ ചെന്ന് നോക്കും? ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വല്ലാത്ത സങ്കടം വരുമ്പോൾ അവിടെ പോയിരുന്ന സമാധാനം കിട്ടുമെന്ന് അവൻ പറയാറുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്ത് ജീവിതം ജീവിക്കാന്? നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതും കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം അങ്ങ് മറക്കാം. എന്നിട്ട് ഇന്നു മുതൽ അർച്ചനയ്ക്കും സച്ചിക്കും പുതിയൊരു ജീവിതം തുടങ്ങാം. നമ്മൾ പിരിയുകയല്ല, ഒരുമിക്കുകയാണ്. ഇനി ഞാൻ താനുമില്ല, നമ്മളേ ഉള്ളൂ. സച്ചിദാനന്ദനും അർച്ചന സച്ചിദാനന്ദനും. സ്നേഹിക്കാനും താലോലിക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയും മകളും മറ്റൊരാളുടേതായി ജീവിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. എല്ലാം ഇതോടെ തീരട്ടെ. വയസ്സാകുമ്പോ ഈ സ്നേഹമൊക്കെ കുറയോ സച്ചേട്ടന്? താൻ വയസ്സായെന്ന് കരുതി എനിക്ക് തന്നെ മറക്കാൻ പറ്റുമോ? എന്നോടൊപ്പമുള്ള തൻ്റെ ജീവിത ഗ്യാരണ്ടി ലൈഫ് ടൈമാ. മരണം കൊണ്ടല്ലാതെ സച്ചിയും അർച്ചനയും ആർക്കും പിരിക്കാനാവില്ല.
അച്ഛാ ഈശ്വരാ, കാണുന്നില്ലല്ലോ. എന്താ അമ്മേ? അമ്മ എന്തായി നോക്കുന്നേ? എവിടെ പോയി? കാണുന്നില്ല. അമ്മേ, എനിക്ക് പേടിയാവുന്നു. അമ്മ എന്തായി കാണിക്കുന്നേ? അച്ഛാ ഒന്ന് വേഗം വന്നേ. ഈശ്വരാ, എന്റെ താലി. എന്താ എന്തുപറ്റി? എന്താ മോളെ? എന്താടോ താന്തേ നോക്കുന്നേ? എന്താ പറ്റിയേ? എന്റെ താലിമാല അത് കാണുന്നില്ല. അയ്യോ, ആർക്കെ? എന്താടോ ഇത്? ഇതിന് ഇത്ര പാനിക്കാവേണ്ട കാര്യമുണ്ടോ? എന്തോ ഇത് കഴുത്തിലില്ലാതിരുന്ന കടലിൽ മുങ്ങി താഴുന്ന പോലെ എനിക്ക്. അമ്മ ഓക്കെ അല്ലേ? ഗൂഗിളിൽ പോയി കിടന്നോ, ഞാൻ ഓക്കെയാ. മോളെ പോയി കിടന്നു. വാ അമ്മേ.